കൊടുത്താൻ തന്നെ കൊടുത്തു ഞങ്ങളെ ചാമി വരണേ നോക്കണം നാട്ടുകാരൊക്കെയും വേണേ വലിയ വലിയൊരു നട നമ്പൂരൻ കാട്ടി വലിയ പണിക്കാരി എന്റെ പേര് വെള്ളത്തി കൂട്ടി ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. എന്താ അറിയോ, ഏതായാലും നമ്മളതൊക്കെ പാടുന്നതും കളിക്കുന്നതല്ലേ. നമ്മുടെ കണ്ണാടി കന്നുകളി TR വേലാഴ്ചന്റെ ഒരു കന്നുകളി കണ്ണാടി പഞ്ചായത്തിലുണ്ടായിരുന്നു. നിങ്ങൾ കന്ന് തൊലിച്ചിട്ടുണ്ടോ? ഞാൻ കടല തൊലിച്ചിട്ടുണ്ട്. പിന്നെ കന്നിനെ തൊലിക്കാൻ പറ്റും. മാനിലെങ്ങും കീർത്തി കൊള്ളും മലയാള ദേശത്ത് കണ്ണു തളി കണ്ടു ഞാൻ കണ്ണാടി അംസത്ത് മാനിലെങ്ങും കീർത്തി കൊള്ളും മലയാള ദേശത്ത് കണ്ണു തളി കണ്ടു ഞാൻ കണ്ണാടി അംസത്ത്
കമ്പല്ലൂർ തീറ്റിയാണ് കാളയും വരുത്തി ഓട്ടിച്ചൂരലായി കണ്ടവർ ഈ 10 മണിയാകും മുമ്പ് പല ജനങ്ങൾ വന്ന് കൂടി എത്രയാണ് കന്ന് ജോഡി ഇളകി വരുന്നവർ മോടി ഈ 10 മണിയാകും മുമ്പ് പല ജനങ്ങൾ വന്ന് കൂടി എത്രയാണ് കന്ന് ജോഡി ഇളകി വരുന്നവർ മോടി അന്ന് കാളയെ കൊണ്ട് വന്ന് പോത്തിനോടനൊക്കെ കാളയും പോത്തുമായി കണ്ണി കളിച്ചു അന്ന് കാളയെ കൊണ്ട് വന്ന് പോത്തിനോടനൊക്കെ കരിമനാളെ കന്നിനെ കണ്ണി കളിച്ച് ആ പാലമൂളം വലത് പോയി പുഴങ്ങി വരുന്ന മട്ട് കാണാമെന്ന ജനങ്ങളെല്ലാം വിസിലടി കൈകൊട്ട് വെള്ളയിറ്റാവട്ടി മെല്ലെ വാഴുവേ പിടിച്ച് നാലാളിക്ക് മീതെ വെള്ളം പുറത്തിട്ട് വെള്ളയിറ്റാവട്ടി മെല്ലെ വാഴുവേ പിടിച്ച് നാലാളിക്ക് മീതെ വെള്ളം പുറത്തിട്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ അവരാദ്യം എന്തൊക്കെയാ കൊടുത്തത് കണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ അന്ന് ഉല്ലാസത്തോടെ അവര് ഊണ് കൊടുത്തിട്ട് അവര് ഊണ് കൊടുത്തിട്ട് മല്ലിക്കര ബാബു കൊണ്ട് സമ്മാനങ്ങൾ നോട്ട് ഈ സമ്മാന ദിവസമാണ് ഞങ്ങൾ പോയതെന്ന് സംഗതി മുഴുവൻ പാട നേരം പോരായിട്ട് ഊണില്ലെങ്കിൽ ചിങ്ങമതത്തിൽ എന്താണ് തിരുവോണം அப்படி போட കിട്ടച്ചോ ഊണില്ലെങ്കിൽ ചിങ്ങമതത്തിൽ എന്താണ് തിരുവോണം ആണുങ്ങളില്ലാത്ത പണിനി എന്താണ് പരിഗണനം
ചട്ടിപ്പണി പറഞ്ഞ വീട്ടിലെ പെണ്ണുങ്ങൾ ചെയ്യുന്ന പണിയാണ്. ചട്ടി ഉണ്ടാക്കുക അല്ലേ? അയ്യേ അതല്ല. നോക്കി മുത്തപ്പ, അരിമുത്തോ എന്തറിയോ, ഈ പെണ്ണുങ്ങളായാലേ നിങ്ങൾ വിചാരിക്കുന്ന മൺപാത്രം ഉണ്ടാക്കുകയല്ല. അയ്യേ, ചട്ടിപ്പണി പറഞ്ഞ വീട്ടില് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. പിന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? നോക്കി, ഞങ്ങള് രാവിലെ നേരത്തെ ഞങ്ങൾ രണ്ടാളും കൂടി പണിക്ക് പോകും. ആ, പിന്നെ ഒരു മനുഷ്യ ആ വഴിക്ക് വരില്ല. അയ്യേ അതല്ല, നമുക്ക് പണിക്ക് പോണ്ടേ. പണിക്ക് പോകുമ്പോ നേരത്തെ 4 മണിക്ക് അടിക്കും. 4 മണിക്ക് അടിച്ചാ ഞാൻ അടിച്ചാ അയാള് പണിക്കും പിന്നാലെ. പറഞ്ഞ കാര്യമില്ല, നിന്നെ അത്രയും വിശ്വാസമാണ്. അതാണ് നിന്റെ ഒപ്പം അയാള്. അതല്ല, ഞങ്ങൾ ആണും പെണ്ണും കൂടി ചെയ്താലല്ലേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. അതൊക്കെ അങ്ങനെ തന്നെ വെള്ളത്തി ആണും പെണ്ണും കൂടി ചെയ്താലും എന്താണ് ദിവസം അടവാണ്. ആ, പിന്നെ എനിക്ക് ആഴ്ചയിൽ 7 ദിവസം അടവല്ലേ. കിട്ടിയാലും മതിയാവില്ല. എന്താണറിയോ, വേറെ ഒന്നുമല്ല. അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ചോറ് വെക്കുകയാണെങ്കിൽ അയാൾ ഇങ്ങാപ്പുറത്ത് വന്നിട്ട് കഷ്ണം മുറിക്കും. വേണല്ല, അയാളെ മുറിക്കണം. നോക്കി അപ്പോഴേക്ക് എന്താ അറിയോ, ഈ അമ്മായിയമ്മയില്ലേ, അതിന്റെ ചെറിയ ആകാന്ന്. അത് നാം മെഞ്ഞാന്ന് വന്നപ്പോ കണ്ടല്ലോ, അതിന്റെ ചെറിയ ആക അങ്ങനെ കോറുവായി പോണു. കണ്ടിക്കണേ പറഞ്ഞിട്ട് നോക്കടാ നിന്റെ പെണ്ണ് കാട്ടിയത്. കാട്ടിയത് അതല്ല, അത് എങ്ങനെ കാട്ടിയത് കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് കൂട്ടി കൊടുക്കുക. ആ, മകന് പണിയില്ലാണ്ടായി. മകൻ വരുമ്പോഴേക്ക് കൂട്ടി കൊടുക്കണ്ടല്ലോ. എന്ത് ഇയാൾക്ക് കണ്ടിക്കാണും പറയാ. എന്നിട്ട് അയാൾ എന്താ കാട്ടുക, അപ്പൊ പറ്റിക്കൊല്ലും പറഞ്ഞിട്ട് വരും. എനിക്കാണെങ്കിൽ പേടിച്ചിട്ട്. പിന്നെ പണങ്ങളാകുമ്പോ പേടി ഉണ്ടാവില്ലേ? എന്തെങ്കിലും ചെയ്താലോ. പിന്നെ ഇതുവരെ തന്നെ ഒന്നും ചെയ്തില്ല. ഞാൻ ആ പന്നി കാട്ടും വാതിലിന്റെ അവിടെ ഇങ്ങനെ നിന്നിട്ട് മിണ്ടാണ്ട് നിൽക്കും. എന്തോ കാട്ടിയ പറയാ ചെയ്യും. ഇത് കാണുന്നത് എന്റെ വിധി പോലെ ഇരിക്കും. അതന്നെ നിന്റെ വീതി മാതിരി ഉണ്ടാവും. അതല്ല, അങ്ങനെയാണെങ്കിലും അയാള് ഞാനിങ്ങനെ മിണ്ടാണ്ട് നിന്നൊന്ന് ചിരിച്ചാ മതി. അയാളുടെ കാര്യം പുസ്കല പോകും. അത്രയും പതയം കേട്ടതാണ്. അയാള് ഒന്നും ചെയ്യില്ല. അതിപ്പോ നല്ല കാലത്തേ ഇല്ലല്ലോ. എന്തറിയോ, അയാള് ഒന്നും ചെയ്യില്ല. അയാൾക്ക് രൂപമില്ല. ഇപ്പൊ അടിയായിട്ട് രൂപമില്ല. ഇപ്പൊ നമ്മടെ വില കഴിഞ്ഞില്ലേ? നമ്മടെ വില ഓർമ്മയില്ലാണ്ട് വന്നോന്നാണ് ഇപ്പൊ. നമ്മാറെ വേല വരുന്നുള്ളൂ, നമ്മാറെ വേല കഴിഞ്ഞു. നമ്മടെ വില വരുന്നുള്ളൂ. അപ്പൊ അയാൾക്ക് രൂപം ഉണ്ടാവില്ല. എങ്ങനെയാ ചോദിക്കും? വേല കഴിഞ്ഞാലോ? അതല്ല, അങ്ങനെയാണ്. ഞാൻ നോക്കി പൈപ്പിൽ വെള്ളം വരില്ലേ, അപ്പൊ ഞാൻ വെള്ളമൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ കെട്ടി പോയിട്ടൊക്കെ നിറയ്ക്കും. അത് എങ്ങനെ തള്ള തുണി തിരുമ്പ് തന്നെ. എന്നിട്ട് വെറുതെ നോക്കി വെള്ളമൊക്കെ കഴിഞ്ഞു തള്ള എപ്പോഴെങ്ങനെ തിരുമ്പ്. പറഞ്ഞ കാര്യമില്ല, തള്ളന്റെ ചൊറിച്ചില് മാറിയിട്ടുണ്ടാവില്ല. ഏയ് അതല്ല, വെള്ളമൊക്കെ കഴിയും. എന്നിട്ട് അയാൾ പഠിക്കാൻ വരുമ്പോഴേക്ക് എന്താ പറയാ അറിയോ, നിന്റെ പെണ്ണ് കാട്ടിയത് കണ്ട. ഞാൻ നോക്കി എന്ത് കാട്ടി. അതല്ലാന്ന്. അങ്ങനെയാണെങ്കിൽ കൂടി തള്ളയല്ലേ പാവം. പോട്ടെ തള്ളയല്ലേ, വയസ്സായതല്ലേ. എന്താണ് തള്ളാരെ നോക്കണം. എന്നിട്ട് അയാളോ? അയാള് അങ്ങനെ പോയിട്ട് ഞാൻ 2 കൂലിയും കൂടി വാങ്ങിട്ട് അവിടെ പോയിട്ട് വരി നിൽക്കും. അരി വാങ്ങാൻ പോയാലോ? അതൊന്നും പോയില്ല, ഞാൻ തന്നെ ഏറ്റിക്കൊണ്ട് വരണം. അരി വാങ്ങാൻ ഒരാളും കൂടി പോയില്ല. ഇതാവുമ്പോ വലുത് നിൽക്കുവല്ലേ. എന്നിട്ട് നോക്കി അവരുടെ കൂടെ ഒക്കെ കൂടി കുടിച്ചും കൊണ്ട് വന്നിട്ട് പഠിക്ക കിടക്കുക. അങ്ങനെ അതേമാതിരി കിടക്കണ്ട. ഇതെന്താണ്? അതല്ല നോക്കി മുത്തപ്പ, അങ്ങനെ പഠിക്കാൻ വന്ന് കിടന്നാലേ എന്താ ചെയ്യാ? പഠിക്കാൻ വന്ന് കിടക്കുമ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പഠിക്കാൻ പോയിട്ട് കിടക്കുമ്പോ ഇനി എന്ത് ചെയ്യും? എന്താണ് അങ്ങനെ? നിങ്ങൾക്ക് അന്നും കളിയാണ്. എനിക്കെന്നും കളി അന്നോ ആ മുക്കിൽ അതല്ല, നിങ്ങൾക്ക് നോക്കി അങ്ങനെയൊന്നും പറയണ്ട. പെൺകുട്ടികളായാലും അവരുടെ ഉള്ളിൽ കിടക്കാണ്ടാണ് എന്നൊക്കെ പറയണത്. നല്ല ആളല്ലേ? പിന്നെ ഞാൻ നല്ലതല്ല. എപ്പോഴൊക്കെ തുടങ്ങി ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. നല്ലതാണ് വിചാരിച്ചിട്ടാണല്ലേ. അപ്പൊ അച്ഛമ്മേതാണല്ലോ. അതല്ല ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, എന്റെ ഉള്ളിൽ കിടക്കാണ്ട് നിങ്ങളൊരു ആങ്ങളെ പോലെയല്ലേ. അതന്നെ നിങ്ങൾ നോക്കി അങ്ങോട്ടൊന്നും വിചാരിക്കണ്ട. അയ്യേ അങ്ങോട്ട് ഇപ്പൊ വിചാരിച്ചിട്ട് അയാൾ എന്ത് കേട്ടും കിടക്കില്ലേ, കിടന്നാ ഞാനും മെല്ലെ പോകും. എന്താ ഈ പാവിനെ കാണാത്ത എന്നും പറഞ്ഞ് ഞാൻ മെല്ലെ പോയിട്ട് അതിനെ പിടിച്ചു നിർത്തുകയാണ്. പറഞ്ഞ കാര്യമില്ലല്ലോ, കാര്യം നിന്റെ അല്ലേ.
അല്ല മെല്ലെ നൂർത്തി വന്നിട്ട് എന്നെ തോളി പൊടിച്ചുകൊണ്ട് വരും ഉള്ളിലേക്ക് വന്നാ തള്ള ഉമ്മർ തന്നെ ഇരിക്കണ്ടാവേ അതിന് കേൾക്കാണ്ട് എനിക്ക് വിശപ്പിന് ചോറ് വേണം പറഞ്ഞ കാര്യമില്ല വിഷമുള്ളൂ അല്ലേ കുടിച്ചിരിക്കണ ഊന്ന് കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും എനിക്കത് കേൾക്കുമ്പോഴേക്ക് പൂ പൂ കത്തുകയാണ് രണ്ടുകൂടെ വെള്ളം എടുത്ത് ഒഴിക്കാറില്ലേ നിങ്ങളുടെ കെട്ടിയോൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യോ അയ്യേ അതിന് ഇതൊന്നും അറിയില്ല ഇതൊന്നും ഞാൻ കാട്ടിക്കൊടുത്തിട്ടില്ല നോക്കി നോക്കി അതല്ല അത് പാവാണ് നിങ്ങളെ പിന്നെ അത് പാകമില്ലാണ്ടാണ് ഞാൻ കടി ചോദിച്ചത് നിങ്ങൾ വിളിച്ചു പോയാ എന്ത് കാട്ടും ഒറ്റയ്ക്കല്ലേ അല്ല ഞാൻ വിളിച്ചു പോയാൽ അവള് വെള്ളം കൊണ്ട് വരും അത് കഴുകാണ്ട് ഉള്ളിൽ വരുമോ കണ്ടു അയ്യേ അതല്ല എന്താ അറിയോ നിങ്ങള് ഇയാള് എന്റെ ആള് കാട്ടും പോലെ നിങ്ങളുടെ ചേച്ചിനെ കാട്ടുവോ നിന്റെ ആൾക്ക് ഭ്രാന്താണ് പറഞ്ഞത് എനിക്കതേ ഭ്രാന്താകാൻ പറ്റും എന്താന്നത് നോക്കി ഞമ്മളെന്താണ് ഞമ്മ ഒന്നല്ലേ ഞമ്മ എത്ര കൊല്ലമായി പിന്നെ നോക്കി നിങ്ങളുടെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ വെറുതെ ഞാനതിന് ഒപ്പം തോർത്തും കൊണ്ട് കൊടുക്കാണ്ട് വന്നു അയ്യേ നോക്കി ഞാനെന്താ പറഞ്ഞേ അതല്ല ആദ്യം നമ്മുടെ നെഞ്ഞോട് ചമ്മുകച്ചന്റെ കൂടെ നമ്മ ചെയ്തില്ലേ നീ ചെയ്തത് ഞാൻ കണ്ടപ്പോ നോക്കി അന്ന് ആദ്യം ചെയ്തത് ചമ്മുകച്ചനാണ് പിന്നെ നല്ല പുള്ളി നാരായണ ഇപ്പൊ നിങ്ങളെല്ലാം ചെയ്യണേ അപ്പൊ നിങ്ങൾക്ക് അതുപോലെയല്ല നിങ്ങൾക്കൊക്കെ ഇല്ലേ അതുകൊണ്ട് വേഗം ഞാൻ ചോറ് വേണം പറഞ്ഞാ വേഗം വളർത്തിട്ട് ഒക്കെ കൊടുക്കും അത് കണ്ണും ചിമ്പിയിരുന്ന് തലയുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ തപ്പുവല്ലേ എന്താ വള്ളച്ചേ നീ യോഗം ചെയ്തവളാണ്ടി നിന്നമാതിരി യോഗം ചെയ്യാൻ പറ്റില്ല എത്ര ദോഷായാലും ആ തപ്പല് മറന്നില്ലല്ലോ എന്തായാലും തപ്പുണ്ടല്ലോ മറക്കില്ല തപ്പൽ എങ്ങനെ മറക്കണം അപ്പൊ ഞാൻ വിചാരിക്കും പാവി എന്താ കാട്ടണം ഞാനും അതിന് ഈ പാവി എന്താ കാട്ടണ തലയാണയും വെച്ച് കിടക്കുന്നുണ്ട് അവിടെ വെട്ടി പൊട്ടിയാലും അവരെ കാരണേ നമ്മളുടെ കാര്യങ്ങൾ പറയുമ്പോ അവരെയാണ് അതിന് അവര് ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോ അവിടെ പോകണ്ട ഇപ്പൊ അങ്ങനെയായ ഞാനെന്ത് കേട്ടോ അറിയാം എന്താ കുട്ടികൾ പറഞ്ഞ് തള്ളയും കടന്നു ഭാര്യ കൊടുത്തങ്ങോട്ട് അതിനെ അവിടെ കിടത്തി അത് കട്ടിലിൽ പൊടിച്ച് കിടത്തു അതിനെ ഭാര്യ കൊടുത്തിട്ട് അതിനെ കട്ടിലേക്ക് കിടത്തി എന്നിട്ട് ചെറിയ കൂടി കഴുകില്ല എന്നിട്ട് ഞാൻ തുടച്ചു പറഞ്ഞ കാര്യമില്ല അതിന്റെ ഉച്ചരം കിടക്കണം നിന്റെ കാര്യം നടക്കണല്ലോ അല്ല അത് പോട്ടെ അത് മാത്രം അറിയുള്ളൂ അത് പോട്ടെ അയാളിനെ കട്ടിലേക്ക് കിടത്തി നീയോ ഞാൻ എന്റെ കുട്ടികളുടെ കൂടെ അവിടെ എങ്ങനെ ചവിട്ടിക്കിടന്നു നീ ചവിട്ടി കിടന്നു അയാളെ കട്ടിലേക്ക് കിടന്നു വന്നിട്ടോ അത് എന്താണ് പാതര പറ്റിയായ പൊട്ടക്കടിയാന്ന് അറിയും അങ്ങനെയാ കസുക പിസുക നിന്റെ കാര്യായല്ലോ എന്തോ കണ്ടിട്ടാണ് ആ സ്വപ്നം കാണുമ്പോഴേ വീഴുള്ളൂ സ്വപ്നം കണ്ടില്ലെങ്കിൽ ആണുങ്ങളെ വകവയ്ക്കാത്ത പെണ്ണ് മക കൊണ്ടി അവതാരങ്ങവർക്കുള്ള കടി കണ്ട പാലമുണ്ടി ഈ ആണുങ്ങളെ വകവയ്ക്കാത്ത പെണ്ണ് മക കൊണ്ടി അവതാരങ്ങവർക്കുള്ള കടി കണ്ട പാലമുണ്ടി അവരെന്തൊക്കെയോ ഇത്തിരി വെള്ളം കുടിച്ചാ എന്തെങ്കിലുമൊക്കെ പറയേ കാറ്റ് പിടിക്കേ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ട് നമ്മളെന്തെങ്കിലും കാട്ടാൻ പറ്റും പിന്നെ ആളുകാട്ടുമാരി പെണ്ണുങ്ങൾക്ക് കാട്ടാൻ പറ്റുമോ നിന്റെ ചേച്ചി എന്തെങ്കിലും കാട്ടുമോ പിന്നെ അതിനെ നടക്കാനേ കയ്യാണ്ടിരിക്കണേ ചെയ്യില്ല അതിപ്പോ എന്ത് ചെയ്യണേ നിങ്ങൾ പണി കയറാൻ പോകുമ്പോ കൂടെ വരുന്നു നിങ്ങൾ പണി കയറാൻ പോകുമ്പോ കൂടെ വരുന്നു അത് അന്നല്ലേ അതല്ല നിങ്ങൾ പണി കയറാൻ ഇങ്ങനെ മോളിക്കാരില്ലേ മോളിക്കാരുമ്പോ എന്താന്ന് ചോട്ടി ചേച്ചി വന്നിട്ട് മോപ്പിട്ട് നോക്കുന്നു മുട്ടിപ്പാനി അതിലുണ്ടോ നോക്കിയത് നിക്ക് സമാധാനമായപ്പോ ഓ അതിന് ഇറക്കുകയാണല്ലേ മുകളില് മുട്ടിപ്പാനി മുട്ടിപ്പാനിയൊക്കെ അറിയും അറിയും ഓ അത് ചോട്ടി വന്ന് താങ്ങാനാണ് പിന്നെ മുട്ടി താങ്ങുമ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ അതെങ്ങനെ കിടക്കും കളി മീൻ കറി വെക്കാനുണ്ടാകില്ല
പോരാ മണ്ടിയിലെത്താ നന്നാവണം. നന്നാവണം. അതെന്താ നെഞ്ച കഴുതിയത് ശരിയായി? അതെല്ലാന്ന് അത് എന്തറിയോ, അത് എന്റെ അപ്പനോരൊക്കെ പാടെ കൂടിയിട്ട് അങ്ങനെ ചേർത്തിയതാണ്. മണ്ടയില അയാൾക്ക് ചൊവ്വാഴ്ച അയാൾക്ക് ചൊവ്വാഴ്ച ദോഷമാണ്. പിന്നെ എന്താ ആണുങ്ങളുടെ കൂടെ പെട്ടാൽ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു 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 എന്ത് കഴിഞ്ഞു വർത്താൻ? അതില്ലേ അയാള് ഈ കാണും പോലെയല്ല ആണുങ്ങള് ഉള്ള ആദ്യമൊക്കെ നോക്കി നല്ല ചന്തവും ഒന്നും ചെയ്യൂല, ഒന്നും കാട്ടൂല, പിന്നെ ഒക്കെ ചെയ്യാൻ തുടങ്ങും. ആദ്യം അയാൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല, പിന്നെയാണ് ചെല്ലപ്പന മോളത്തും എന്നതുപോലെ തന്നെ പെണ്ണുങ്ങളാണ് കണ്ട കൈപ്പെട്ട ആണുങ്ങളെ ഭഗവക്കാത്ത പെണ്ണു മകളെ പണി. ഒരുപാടുണ്ട്, എനിക്കൊരാളുണ്ട്, അയാളുണ്ടെങ്കിൽ അയാൾ വരട്ടോ.